തൃശൂർ നഗരം ഇന്ന് പുലികൾ കീഴടക്കും. തൃശൂർ നഗരത്തിൽ ഇന്ന് വൈകുന്നേരത്തോടെ പുലിയിറങ്ങും. 9 പുലി സംഘങ്ങളാണ് നഗരത്തിൽ ഇറങ്ങുന്നത്. താളത്തിനൊത്ത് അരമണി കിലുക്കി കുടവയർ കുലുക്കിക്കൊണ്ട് അവർ ഈ നഗരത്തെ ഇന്ന് പ്രകമ്പനം കൊള്ളിക്കും എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഉള്ളത് നായ്ക്കനാൽ ഈ പുലി സംഘത്തിൻ്റെ അവിടെയാണ് ഉള്ളത്. ഇവിടെ അവരുടെ പ്രദർശനങ്ങളൊക്കെ കാണാം. ഈ മാസ്കുകളും അതോടൊപ്പം തന്നെ അരമണിയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ പ്രദർശനമാണ് ഇവിടെയുള്ള. മാത്രമല്ല അവർക്ക് കിട്ടിയ ട്രോഫികളും സമ്മാനങ്ങളൊക്കെ ഇവിടെ കാണാം. വലിയ ഒരു ഒരുക്കം, ഒരു തയ്യാറെടുപ്പ് അക്ഷരാർത്ഥത്തിൽ ഇതിന് വേണം എന്നുള്ളതാണ്. നേരത്തെ അവിടെ കണ്ടതുപോലെ ഒരു പുലി തയ്യാറാകുക എന്നുള്ളത് മണിക്കൂറുകൾ നീണ്ട പരിശ്രമമാണ് അതിന് വേണ്ടത്. ക്ഷമയോടെ വരയ്ക്കുന്ന ആളും അതോടൊപ്പം തന്നെ പുലിയും അതിന് നിന്നു കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ വലിയൊരു കായികപരമായിട്ടൊക്കെ വലിയൊരു അധ്വാനം ഉള്ളതും മാനസികമായിട്ട് അതിന് പൂർണ്ണമായും തയ്യാറെടുപ്പും വേണ്ട ഒന്നാണ് എന്നുള്ളതാണ്. തൃശ്ശൂരിനെ സംബന്ധിച്ച്, നമ്മളെ സംബന്ധിച്ചിടത്തോളം, തൃശ്ശൂരിന് പുറത്തുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വിനോദം എന്ന് പറയുമ്പോഴും തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗം കൂടിയാണ് ഈ പുലിക്കളി എന്ന് പറയേണ്ടിയിരിക്കുന്നു. തൃശ്ശൂർ പൂരത്തിനോളം തന്നെ ജനപ്രിയമായ ഒരു ഒന്നാണ് ഈ പുലിക്കളി എന്ന് പറയുന്നത്. വലിയ തയ്യാറെടുപ്പുകളാണ് ദേശങ്ങളൊക്കെ അതിനുവേണ്ടി തയ്യാറെടുക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ നായ്ക്കനാൽ പുലിസ് സംഘത്തിലെ അതിൻ്റെ ആളുകൾ തന്നെ നമ്മളൊപ്പം ചേരുകയാണ്. ഇപ്പം തയ്യാറെടുപ്പുകളൊക്കെ ഏതാണ്ടൊക്കെ പൂർത്തിയായില്ലേ? പൂർവ്വധികം നന്നായി നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ എത്ര കാലം മുതൽ ഇതിന് തയ്യാറെടുപ്പ് തുടങ്ങി? എത്ര സമയം മുതൽ? ഒരു 2-3 മാസമായിട്ട് നമ്മൾ അതിന്റെ ടാബ്ലോ വർക്കും മറ്റുള്ള മുഖത്തിന്റെ വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അത് വളരെ ആവശ്യത്തോടു കൂടിയിട്ട് ഞങ്ങൾ ഫസ്റ്റ് അടിക്കണം എന്നുള്ള ഒരൊറ്റ ഇതിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. എല്ലാ ചെറുപ്പക്കാരും എല്ലാവരും കൊച്ചു കുട്ടികൾ വരെ ഇതില് ആക്റ്റീവായിട്ടാണ്. സ്ത്രീകള് എല്ലാവരും ഉണ്ട്. കൈമുടികള് ഈ തൊപ്പിക്കും ചെയ്തിട്ടുള്ള സ്ത്രീകളാണ്. അതിന്റെ മുടികളൊക്കെയും ചെയ്തിട്ടുള്ളത്. എല്ലാവരും കൂടെ കൂട്ടായ്മ. അതിന് പുറമെ നായ്ക്കനാൽ പുലിക്കളി സമാജത്തില് ഇത്രയും വർഷം വർക്ക് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി മുരുകൻ എന്ന് പറയും. പുള്ളി ആദ്യമായിട്ട് നായ്ക്കനാൽ പുലിക്കളി സമാജത്തിന് വേഷം ഇടുകയാണ്. അതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ആരും മറക്കാത്ത ഒരു സസ്പെൻസാണ്. ആ ഒരു ചെമ്പ്, ആ ചെമ്പ് ഒരു പ്രത്യേകതരം കളറാണ്. അതിന്റെ ഡ്രസ്സ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ സമാജത്തിന്റെ പ്രസിഡന്റ് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഡ്രസ്സാണ്. ഒരു വെറൈറ്റിയാണ് അത് ഇതില് വെച്ചിട്ടില്ല ഞങ്ങള്. അത് സസ്പെൻസ് ആയിട്ട് ഈ പോലീസ് സംഘത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ഒരുപാട് സസ്പെൻസുകൾ നിറഞ്ഞതാണ്. അത് നമുക്ക് ആ സമയത്തെ കാണാൻ കഴിയും. എന്തൊക്കെയാണുള്ളത്? ടേബിളുകളൊക്കെ ഉണ്ട് ഒരുപാടല്ലേ? 3 ടേബിളുണ്ട്. പിന്നെ ഞങ്ങളുടെ 51 പുലി. പിന്നെ ഞങ്ങൾ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ഒരു 2-2.5 മാസം മുമ്പാട് തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളുടെ വലിയൊരു കൂട്ടായ്മയാണ്. ഒരു ജാതിഭേദമില്ലാതെ രാഷ്ട്രീയമൊന്നുമില്ലാതെ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് അതൊന്നും ഞങ്ങൾ എന്താ പറയാ, നമ്മള് ചെറിയ പിള്ളേർ മുതൽ സ്ത്രീകൾ മുതൽ ഇങ്ങനെ ഞങ്ങൾ കൂട്ടായ്മയാണ്. അത് ഞങ്ങൾ വളരെ എന്താ പറയാ ഒത്തൊരുമ, അതാണ് ഞങ്ങളുടെ വിജയം. ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, നമുക്കൊരു പുലി സംഘത്തെ തയ്യാറാക്കാൻ എത്ര രൂപ ചെലവ്? അതൊരു 20 ലക്ഷത്തിന് അടുത്ത് മേലെ വരുള്ളൂ. അതിന് മേലെ പോകും. അത് നമുക്ക് ഓരോ ഇതുണ്ടല്ലോ ഇതിന്റെ അതിനനുസരിച്ച് ഓരോ പുലിക്കും ഇപ്പോൾ റേറ്റ് കൂടി തുടങ്ങി. വയറന്മാർക്ക് റേറ്റ് കൂടി തുടങ്ങി. നേരത്തെ റേറ്റ് കൂടെയല്ല. എന്നുവെച്ചാല് നമ്മൾ ശരിക്കും 51 പുലിയെ പാടുള്ളൂ. ഇപ്പൊ ഇന്നലെ മിനിഞ്ഞാന്നായിട്ട് 70 പുലി ബുക്കിംഗ്. ഞങ്ങൾക്ക് വേഷം ഇങ്ങോട്ട് വരികയാണ്. പിന്നെ അത് കൂടാണ്ട് നമ്മളൊരു ഫാമിലി വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ പെൺകുട്ടി വരയ്ക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ആ കുട്ടിക്ക് ഒരു ആളെ തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നതാണ്. നാക്കാൻ പുലി എന്ന് പറഞ്ഞിട്ട് വന്നതാണ് ആ കുട്ടി. അപ്പൊ എന്നെ വിളിച്ചു. അപ്പൊ ഇങ്ങനെ വരക്കിട്ട് ചോദിച്ചു. ശരി, വരച്ചോളാം. ചെറിയ കുട്ടി ഇതേപോലെ വരച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് കാണുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ആവേശം കൂടാമല്ലേ? തൃശ്ശൂർ പൂരത്തിനായിട്ടും ഗംഭീര പൂരം എന്ന് പറയില്ലേ? ഒരു സംശയം വേണ്ട. എന്തായാലും നമ്മളൊക്കെ എന്തായാലും പിന്നെ അതേപോലെ ഇപ്പൊ വളർന്നു വരുന്ന കുട്ടികള് ഇതിൽ കുറച്ചുകൂടിയും അവര് നമ്മൾ കൊണ്ടുവരികയാണ് മുൻപിലേക്ക്. എന്താ വെച്ചാൽ ഇതൊക്കെ തുടർന്ന് പോകേണ്ടതാണത്. അപ്പൊ നമ്മൾ അവർക്കൊരു പ്രയോജനം കൊടുക്കുക. നമ്മൾ അതിന്റെ ബാക്കിൽ നിൽക്കുക. അപ്പൊ അവര് ഇപ്പൊ ഒരാഴ്ച ഈ കുട്ടികൾ ഉറങ്ങിയിട്ട് ഇതിന് കൂടിയിട്ട് എന്താ പറയാ ഈ ടേബിളോനും കാര്യങ്ങളൊക്കെ ഒക്കെ. അപ്പൊ അതൊക്കെ നമുക്ക് അവരിതിലേക്ക് കൊണ്ടുവരിക. നമ്മള് അതൊക്കെ നമുക്ക് നല്ലൊരു ആവേശം തോന്നുന്നു. അപ്പൊ നമ്മൾ ഹാപ്പിയാണ്. പിന്നെ ഇതൊക്കെ വിജയം ഈ നായ്ക്കനാല് ദേശത്തെ എല്ലാ കൂട്ടായ്മ ഒരു കുടുംബമാണ്. അപ്പൊ അതെന്ന് കേൾക്കുമ്പോ നമുക്ക് സന്തോഷം തോന്നുന്നത്. ഇത് നമുക്ക് നിർത്താൻ തോന്നില്ല, സംശയം വേണ്ട. അപ്പൊ 7 കൊല്ലത്തിന് ശേഷം ഡബിൾ മടങ്ങി ഞങ്ങൾ തിരിച്ചു വരികയെന്ന് പറയില്ലേ?
അപ്പൊ അതിന് എല്ലാവരും സഹകരണം ഉണ്ട്. ആ സഹകരണമാണ് ഞങ്ങളുടെ വിജയം. ഒരു സംശയമുണ്ട്. ഇത്തവണ അപ്പൊ പൊളിക്കൂലേ? ഞങ്ങള് തൃശ്ശൂർ ടൗണില് ഏറ്റവും അധികം പുലിനെ ഇറക്കുന്ന ടീം നായ്ക്കിനാലാണ്. 107 പുലി. അത് ഒരു ടീമിനും സാധിച്ചിട്ടില്ല ഇന്ന വരെ. ഇനിയും ഞങ്ങൾക്ക് സാധിക്കും. അത് മറ്റുള്ള ടീമിന് സാധിക്കില്ല എന്നല്ല പറയുന്നത്. ഞങ്ങളാ ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ അതിന് നിബന്ധനകൾ വന്നു. മാക്സിമം 51 പുലി മാത്രം ഒതുങ്ങി. 32ാമത്തെ കൊല്ലാണ്. അതില് ഞാൻ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് വേഷട്ട് തുടങ്ങിയതാണ്. പുതിയ തലമുറയ്ക്ക് ഇതിലേക്ക് വരുന്നുണ്ട്. എന്റെ മോനെ ഞാൻ വളർത്തിക്കൊണ്ടിട്ടുണ്ട്. അവൻ അതിന്റേതായി കഴിഞ്ഞാൽ അടുത്ത തലമുറയ്ക്ക് നമ്മൾ കൈമാറും. ഏതായാലും ലക്ഷക്കണക്കിന് രൂപ ചെലവ് വേണം. അതോടൊപ്പം തന്നെ വലിയ അധ്വാനം, മാസങ്ങളായി ഇതിനുള്ള തയ്യാറെടുപ്പാണ് ഈ പുലിക്കളിക്ക് വേണ്ടി ഈ നാട്ടുകാർ അല്ലെങ്കിൽ ഈ സംഘങ്ങൾ ഓരോരുത്തരും തയ്യാറെടുക്കുന്നത്. ഏതാണ്ട് 20 ലക്ഷത്തിന് മുകളിൽ ഒരു സംഘത്തെ തയ്യാറാക്കാൻ വേണ്ടി വരുമെന്നുള്ള അതിൻ്റെതായ രീതിക്കനുസരിച്ച് തുകയിലൊക്കെ മാറ്റം ഉണ്ടാവും എന്നുള്ളതാണ്. ഏതായാലും തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ പുലിക്കളി തൃശ്ശൂർ പൂരത്തെ പോലെ തന്നെ അല്ലെങ്കിൽ അതിന് മുകളിൽ നിൽക്കുന്ന ഒന്ന് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അത്തരത്തിലുള്ളൊരു തയ്യാറെടുപ്പ് തന്നെയാണ് അവർ നടത്തിയിരിക്കുന്നത്. ഏതായാലും അവരുടെ മാസങ്ങൾ നീണ്ട പരിശ്രമത്തിന്റെ പരിസമാപ്തിയാണ് ഇന്ന് വൈകുന്നേരത്തോടു കൂടി തൃശ്ശൂർ റൗണ്ടിൽ പുലികൾ ഇറങ്ങും എന്നുള്ളതാണ്. ആവേശത്തിന്റെ ചുവട് വെച്ച് നഗരത്തെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ടായിരിക്കും ഓരോ പുലികളും ഓരോ പുലി സംഘങ്ങളും ഇന്ന് തൃശ്ശൂർ നഗരത്തെ ധന്യമാക്കാൻ പോകുന്നത്. തൃശ്ശൂരിൽ നിന്ന് അനുരൂപ് ചീക്കോടിനൊപ്പം ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1.